പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 33-ാം അധ്യായം ഇതിന്റെ 3-ാമത്തെ വാക്യം. അത് അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. അവർ തൃക്കൈയിൽ ഇരുന്ന് അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഹല്ലേലൂയ, സ്തോത്രം. മോശ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് ഈ 33-ാം അധ്യായം ആവർത്തന പുസ്തകം. ഹല്ലേലൂയ. അപ്പം ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാവിയത് അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സെയിരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവന്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ യഹോവയായ കർത്താവിനെ കുറിച്ച് മോശ ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്ന നല്ലൊരു പ്രമാണമാണ്. നമ്മളതൊക്കെ വായിക്കുമ്പോൾ ഗ്രഹിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. അത് അവൻ ജനത്തെ സ്നേഹിക്കുന്നു. എന്താണ് അവൻ ജനത്തെ? ആര്? യഹോവയായ ദൈവം ജനത്തെ. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവം ജനത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. കർത്താവിന്റെ വിശുദ്ധന്മാരൊക്കെ എവിടാണ്? കർത്താവിന്റെ തൃക്കൈയിലിരിക്കുന്നു. ഹല്ലേലൂയ. അവർ തൃക്കാലക്കൽ ഇരുന്ന് ഹല്ലേലൂയ അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. അവന്റെ തൃക്കാലക്കൽ ഹല്ലേലൂയ തൃക്കൈയിൽ അല്ലെങ്കിൽ അവന്റെ പാദപീഠത്തിൽ ഇരുന്ന ദൈവവചനങ്ങൾ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് അവൻ ജനത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതേ സ്നേഹിക്കുന്ന കർത്താവിന്റെ വാത്സല്യവും സ്നേഹവും ഒക്കെ രുചിച്ചറിഞ്ഞ ഒരു ദൈവഭക്തൻ, അവൻ മരണപര്യന്തം ദൈവത്തിന്റെ ആ തൃപ്പാദത്തിൽ നിന്ന് അല്ലെങ്കിൽ മാറിപ്പോകത്തില്ല. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടവൻ ദൈവസഭയ്ക്കകത്ത് സൽസ്വഭാവിയും ശാന്തനുമായിരിക്കും. ഹല്ലേലൂയ. മാനസാന്തരപ്പെടാത്തവൻ സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി തമ്മിലടിച്ച് കലഹിച്ച് അടിയും തല്ലുമായിട്ട് നടക്കും. മാനസാന്തരപ്പെട്ടവനെ നമുക്ക് കണ്ടാൽ അറിയാം, മാനസാന്തരപ്പെടാത്തവരെയും കണ്ടാൽ അറിയാം. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് ആരാണ് മാനസാന്തരപ്പെട്ടതെന്ന് അറിയാൻ വയ്യാത്ത വിധത്തിൽ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് നിൽക്കുന്ന പറഞ്ഞ പോലെ എല്ലാവരും ഈ വേഷം ധരിച്ച് നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. കപട മുഖമുണ്ട്, ഇരു മനസ്സുള്ള മനുഷ്യരാ പലരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് മാനസാന്തരപ്പെട്ടവരെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മാനസാന്തരപ്പെട്ട വ്യക്തിയെ ദൈവസഭയെ കാണിച്ചു തരാൻ പറ്റുമോ? ഹല്ലേലൂയ. അങ്ങനെ ഒരാളെ കാണിച്ചു തരുവാണെങ്കിൽ അങ്ങനെ ഒരാളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. ദൈവസഭയിൽ ഞാൻ മാനസാന്തരപ്പെട്ടവനാണ്, ഞാൻ ആരോടും വഴക്കുണ്ടാക്കത്തില്ല, വകയുണ്ടാക്കത്തില്ല, വിദ്വേഷം ഉണ്ടാക്കത്തില്ല, ആർക്കും ഇതിന്റെ ദൂഷണം പറയത്തില്ല, ആർക്കും നുണ പറയത്തില്ല, ഞാൻ ഭവനത്തിൽ പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഭവനത്തിൽ പ്രശ്നമില്ല, ഞാൻ എല്ലായിടത്തും സൗമ്യനാണ്, പക്വതയുള്ളവനാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹം മാത്രമാണ് എൻ്റെ ഇരികിൽ നിൽക്കുന്നത്, അവൻ തന്റെ ജനത്തെ സ്നേഹിച്ചത് ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാനസാന്തരപ്പെട്ട ഒരാളെ നമുക്ക് കാണിക്കാൻ കഴിയുമോ? അതിനിപ്പം വേർപെട്ട കൂട്ടങ്ങളാകട്ടും മറ്റേത് സമൂഹത്തിലായിരുന്നു പറഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടമില്ല കേട്ടോ. എൻ്റെ പിന്നെ ഉണ്ടെന്ന് നമ്മളങ്ങ് പറയുകയാണ്, ഞാൻ അങ്ങനെ ആണെന്നങ്ങ് പറയുക. പക്ഷെ മനുഷ്യന്റെ ഉള്ളല്ലേ, മനുഷ്യന്റെ ഉള്ളിൽ എന്താണ്? 2 പത്രോസിന്റെ 2-ാം അധ്യായം 1-ാം വാക്യം, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളഞ്ഞു. അപ്പം മനുഷ്യന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ദൈവസഭയെന്ന് പറഞ്ഞാൽ പിന്നെ അധികാരമാണ്, സ്ഥാനമാന അധികാരങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യൻ തമ്മിലടിക്കുന്നത്. ഒരു കസേരയുടെ 4 കാല് പോലാണ് ഇന്ന് സഭയ്ക്കകത്തെ ഭരണ സംവിധാനങ്ങൾ കടന്നു പോകുന്നത്. ഒരു കസേരയ്ക്ക് 4 കാലുണ്ട്, 4 കാലിൽ 4 പേര് പിടിച്ചിരിക്കുക, സഭയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ. അവർ 4 പേരും കാല് പിടിച്ചു വലിച്ചുകൊണ്ട് കസേര അല്പം കഴിയുമ്പോൾ എന്ത് ചെയ്യും? 4 പേരുടെ കൈ 4 കാലും പിടിച്ചുകൊണ്ട് കസേര ചിതറിയിട്ട് മാറും. ആ 4 കാലിനെ കുറിച്ച് വേദപുസ്തകം ഞാൻ നാളിന്ന് പറഞ്ഞായിരുന്നു. എഫേസ്യ ലേഖനത്തിൽ അല്ലെങ്കിൽ 6-ാം അധ്യായം 10-12 വാക്യമായി, ഒടുവിൽ കർത്താവിലും ഒരു അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, കസേരയുടെ ഒരു കാല് വാഴ്ചകൾ.
രണ്ടാമത്തെ കാല് അധികാരങ്ങൾ, മൂന്നാമത്തെ കാല് ഈ ലോകത്തിന്റെ അന്ധകാര ശക്തി, നാലാമത്തെ കാല് സ്വർലോക ദുഷ്ടാത്മജന. അപ്പൊ ഈ കസേര അങ്ങനെ ഞാൻ പറയാൻ കാരണം, കസേര അങ്ങനെ അല്ല കാര്യം കമ്പനി നിർമ്മിച്ചതെങ്കിലും നമുക്ക് ഇരിക്കാനായിട്ട് ഇരിപ്പിട സിംഹാസനമായിട്ട് ആ സാധനം കഴിഞ്ഞപ്പോഴും നമ്മളത് എന്തോ അങ്ങ് വലുതാക്കി കാണിച്ച് നമുക്ക് സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള അധികാരങ്ങൾ കസേരയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ അടിപിടി കൂട്ടുന്നത്. കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂട്ടാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, അവൻ തന്റെ ജനത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അതെ, അവൻ ജനത്തെ സ്നേഹിച്ചു. നമ്മൾ കർത്താവിന്റെ ജനത്തെ സ്നേഹിക്കണം. ഹല്ലേലൂയ. സ്നേഹം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് ഉത്ഭവിക്കേണ്ടതാണ്. ഒരു നദി ഉത്ഭവിക്കുന്നത് പോലെ മിക്കവാറും നദികളുടെ ഉത്ഭവം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും മലയുടെ അടിവാരത്തുനിന്നായിരിക്കും. ഏതെങ്കിലും മലയുടെ അടിവാരത്തിൽ നിന്ന് ചെറിയ ഒരു ചാണകിട്ട് പുറപ്പെട്ടത് വലിയ തോടുകളായി മാറി, പിന്നെ അത് വലിയ പുഴകളായി, അത് വന്ന് കടലിൽ ചേരുമ്പോൾ മഹാസമുദ്രമായി മാറുന്നത് പോലെ സ്നേഹം എന്നൊക്കെ പറയുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു ചെറിയൊരു ചാലായി ഉദിച്ച് അത് ജീവിതം മുഴുവൻ നിറഞ്ഞ് അത് സകല ജനത്തിനും കൊടുക്കുന്നതായിരിക്കണം. നമ്മുടെ ഉള്ളിലെ സ്നേഹം യേശു അതിന്റെ ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ മാനസാന്തരപ്പെടാത്ത സഹോദര സഹോദരി, നീ ആരുമാകട്ടെ, നീ ലോകത്തിന്റെ കോടീശ്വരന്മാരുടെ പദവിയിൽ ഉൾക്കൊണ്ട് നിൽക്കുന്നവനായിരുന്നാലും, നിന്റെ കോടിപതിയായിട്ട് ജനസംഖ്യയിൽ അല്ലെ ലോകത്തിന് മുമ്പിൽ ജനം വരച്ചു കാട്ടിയാലും, നിനക്ക് ലോകപ്രകാരം എത്രമാത്രം അധികാരങ്ങളും സുന്ദരമായ സ്ഥാനമാനങ്ങളും നിനക്ക് എന്തെല്ലാം അവാർഡുകൾ നീ വാരി കൂട്ടിയാലും നിന്റെ ഉള്ളിൽ സ്നേഹം ഇല്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചെമ്പോ കൈത്താളമോ. ഹല്ലേലൂയ. അത് തന്നെയല്ല, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഹല്ലേലൂയ നിനക്ക് ദൈവരാജ്യത്തെ പ്രവേശിപ്പാനും കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവരാജ്യം എന്ന് പറയുന്നത് അശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞ് വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് അല്ലെ അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സകല വിശുദ്ധന്മാരും വീണ്ടെടുക്കപ്പെട്ട സകല ജനവും കർത്താവിനെ രക്ഷിതാംഗിതമായി സ്വീകരിച്ച ദൈവകൽപ്പന അനുസരിച്ച് മാനസാന്തരപ്പെട്ട് നിൽക്കുന്ന വിശുദ്ധന്മാരെല്ലാം കർത്താവിന്റെ തൃക്കൈയിലിരിക്കുകയാണ്. അല്ലാതെ എല്ലാവരും ഇരിക്കുന്നതല്ല പറഞ്ഞേ. അവരുടെ വിശുദ്ധന്മാർ പാപികളൊന്നും കർത്താവിന്റെ തൃക്കൈയിലല്ല ഇരിക്കുന്നത്. കള്ളു കുടിക്കുന്നവനും പെണ്ണുപിടിക്കുന്നവനും അടിപിടി ഉണ്ടാക്കുന്നതിനും കലാപം ഉണ്ടാക്കുന്നവനും തീവ്രവാദവും ഭീകരവാദവും വർഗീയതയൊക്കെ പറയുന്നവനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തമ്മിലിടിച്ച് കലഹിച്ച് കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കി, കലമുണ്ടാക്കി, സമൂഹത്തിൽ സഭയിൽ പ്രശ്നമുണ്ടാക്കി, വെടിച്ചുവരിക്കാരനും മോഷ്ടാവും മദ്യപാനിയും വെറുക്കൂത്തുകാരനും എല്ലാ മാഫിയ സംഘങ്ങളും ഇവരൊന്നും കർത്താവിന്റെ തൃക്കൈയിൽ ഇരിക്കുന്നവരല്ല. പാപികൾക്കൊരിക്കലും കർത്താവിന്റെ തൃക്കൈയിൽ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അവന്റെ മുറിവേറ്റ കരങ്ങളിൽ ആണിപ്പാടുള്ള കരങ്ങൾ ഇരിപ്പാൻ കഴിയുന്നതിന് അവൻ യോഗ്യരായി വിളിച്ചു വേർതിരിച്ച വിശുദ്ധ ജീവിതം നയിക്കുന്നവരുണ്ട്. അവർക്ക് മാത്രമേ ആ മുറിവേറ്റ കരങ്ങളുടെ തൃക്കൈയിൽ ഇരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവര് തൃക്കാലുക്കൽ, അവന്റെ തൃക്കാലുക്കൽ എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ തൃക്കാലുക്കൽ എന്ന് പറഞ്ഞു നോക്കി. നമ്മൾ കർത്താവായ യേശുവിന്റെ പാദപീഠത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയേ. കരിരുമ്പാണിയാ തുളയപ്പെട്ട പാദപീഠത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വചനം നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ മാനസാന്തരം വരുന്നത്. ഇന്ന് പകലിന്റെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ആരുടെ തൃക്കൈയിലാണ് ഇരിക്കുന്നത്? സാക്ഷാൽ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് വന്നവൻ. ഹല്ലേലൂയ. മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി മനുഷ്യന്റെ കരങ്ങളിൽ അടിക്കേണ്ടി ആണി തന്റെ കരങ്ങളിൽ വഹിച്ചവൻ. മനുഷ്യന്റെ ശിരസിൽ അടിച്ചിറക്കേണ്ട മുൾക്കിരീടം പ്രാപിച്ചവൻ. മനുഷ്യന്റെ കാൽപാദം തുളച്ചുകീറേണ്ട കാര്യരുമ്പാണി സ്വന്തം കാൽപാദത്തിൽ ഏറ്റുവാങ്ങിയവൻ. സ്വന്തം ശരീരത്തിൽ അനുഭവിക്കേണ്ട മൃഗീയമായ കൊടിയ ഉപദ്രവങ്ങൾ ഏറ്റവൻ നമുക്ക് വേണ്ടി മുറിവേറ്റ തൃക്കൈയിൽ. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്ക് മാത്രമേ ഇരിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അല്ലാതെ വേഷഭൂഷാദികൾ അണിഞ്ഞ് പ്രച്ഛന്ന വേഷധാരികളായി ഭക്തിയുടെ വേഷം കെട്ടി നിൽക്കുന്ന സാത്താന്താനും വിളിച്ചതൂതിന്റെ വേഷം ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളവർക്കൊന്നും ആ തൃക്കൈയിൽ ഇരിക്കാൻ പറ്റത്തില്ല. ആ തൃക്കാലത്തിൽ ഇരുന്ന് വചനം കേൾക്കാനും പറ്റത്തില്ല. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തവന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം കേട്ടതുപോലെ എന്നെ കേൾക്കുന്ന മാതാവി, കാലം ഇനി അധികമില്ല, അന്ത്യകാലമാണ്.
ദുർഘട സമയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ തമ്മിലടിക്കുന്നു, കലഹിക്കുന്നു, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. യുദ്ധങ്ങളും യുദ്ധസുഹൃതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും എന്നുവേണ്ട സകല വർഗീയതയും തീവ്രവാദങ്ങളും സകല ഭീകരവാദങ്ങളും അവിടെ ഇവിടെയായി ഉണ്ടായി സ്ഥാനമാന അധികാരത്തിൽ രാജ്യം തമ്മിലടിക്കുന്നു, സഭകൾ തമ്മിലടിക്കുമ്പോൾ അതിന്റെ നടുവിൽ മാനസാന്തരപ്പെട്ട ഒരുവനെ കർത്താവ് അന്വേഷിക്കുന്നു. ഇതിനൊക്കെ നടുവില് മാനസാന്തരപ്പെട്ടവരെ കർത്താവ് അന്വേഷിക്കുക കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെയും വാത്സല്യത്തെയും രുചിച്ചറിഞ്ഞ മോശ എന്ന് പറയുന്ന ഭക്തൻ പറയുകയാണ്, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാരെ തൃക്കൈയിലിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ സ്നേഹിതനായിരിക്കും വിധം നിങ്ങൾ ആ സ്നേഹം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കണം. കർത്താവ് നിങ്ങളുടെ സ്നേഹിതനായിരിക്കുവാൻ, നിങ്ങൾ കർത്താവിന്റെ സ്നേഹിതനായിരിക്കാൻ വേണ്ടി കർത്താവ് ഉയരത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ആ മുറിവേറ്റ കരം നമുക്ക് നേരെ നീട്ടിക്കൊണ്ട് പറയുകയാണ്, മകനേ നീ തൃക്കൈയിലേക്ക് വരിക, നിനക്ക് വേണ്ടി മുറിവേറ്റ കരമാണിത്, നീ എന്റെ കരങ്ങളിലേക്ക് നോക്കിയാട്ട്. നീയെ കണ്ട മുറിവേറ്റ കാര്യരുമാണിയ തുളയപ്പെട്ട എന്റെ കരത്തിൽ നിനക്ക് സുരക്ഷിതമാ. അതുകൊണ്ട് നീ എന്റെ കരങ്ങളിലേക്ക് വരുവാൻ കർത്താവ് കരം നമുക്ക് നേരെ നീട്ടിക്കൊണ്ടിരിക്കുക. അവൻ സ്നേഹമുള്ളവൻ മാത്രമല്ല, നിങ്ങളുടെ സ്നേഹത്തിനായും വാത്സല്യത്തിനായും ദാഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് സ്നേഹമുള്ളവൻ മാത്രമല്ല, നമ്മുടെ സ്നേഹത്തിന് വേണ്ടി, നമ്മുടെ വാത്സല്യത്തിന് വേണ്ടി, നമ്മുടെ അല്ലെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമ്മുടെ സ്നേഹിതനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നമ്മുടെ സ്നേഹിതൻ യേശുവായിരിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ചങ്കും ഫ്രണ്ടും ഒക്കെ എന്ന് പറഞ്ഞ് അനവധി ആളുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം കുഴിമാടം കണ്ട് തീരുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന ഫ്രണ്ട്, മനുഷ്യൻ എന്ന് പറയുന്ന സ്നേഹിതൻ, മനുഷ്യൻ എത്ര ഉറ്റ മിത്രമായിരുന്നാലും ചങ്കിനെ പോലെയാണ്, കറിനെ പോലെയാണെന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ജീവൻ പോയ, ശ്വാസം നിലച്ചാൽ നിന്റെ ചങ്കും ഫ്രണ്ടും ഒക്കെ നിന്നെ വിട്ടു മാറി നിൽക്കും. പിന്നെ നിന്നെ തൊടാൻ പോലും മറയ്ക്കും. ഹല്ലേലൂയ. അല്പസമയം കഴിയുമ്പോൾ കുഴിമാടത്തിൽ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതിനോടുകൂടി ആ ഫ്രണ്ടും ചങ്കും എല്ലാം തീരും. അങ്ങനെയല്ല കർത്താവ് നമ്മുടെ സ്നേഹം കുഴിമാടം കൊണ്ട് അവസാനിക്കുന്നത്, ശവക്കുഴി കൊണ്ട് അവസാനിക്കുന്നതല്ല കർത്താവിന്റെ സ്നേഹം. അവന്റെ സ്നേഹം നിത്യതയോളം നിലനിൽക്കുന്നതാണ്. ഇന്ന് പകലെ കേൾക്കുന്ന മാതാവി, നിനക്ക് വേണ്ടുന്ന സ്നേഹം കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്ന സഹോദര, നിന്റെ ഭാര്യയ്ക്ക് നിന്റെ സ്നേഹമില്ല, സഹോദരിയുടെ ഭർത്താവിന് സ്നേഹമില്ല, മക്കൾക്ക് അപ്പനമ്മമാരോട് സ്നേഹമില്ല, അപ്പനമ്മമാർ മക്കളോട് സ്നേഹമില്ല. ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ജടിക സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ സ്വന്തം കുടുംബത്തെ പോലും മറന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ കരുതുവാൻ, നീ എന്റെ തൃക്കൈയിലിരിക്കുവാൻ വേണ്ടി ആ മുറിവേറ്റ കരം ഞാൻ നിനക്ക് നേരെ നീട്ടിക്കൊണ്ട് മകളെ നീ എന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതായി എന്ന് പറഞ്ഞ് സ്വർഗം നിനക്ക് നേരെ കരം നീട്ടിയിരിക്കുന്നു, ആ തൃക്കൈയിൽ ഇരിക്കുവാൻ. അപ്പൊ നമ്മൾ കർത്താവിന്റെ ഹല്ലേലൂയ സ്നേഹത്തെയും ഹല്ലേലൂയ ആ ത്യാഗത്തെയും ഹല്ലേലൂയ സ്തോത്രമുള്ള ആ ഒരു അനുഭവം കർത്താവ് യേശുക്രിസ്തുവിലൂടെ ജീവിക്കുവാനുള്ള ഒരു യോഗ്യത നമുക്കുണ്ടോ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ തീരുമാനിക്കുമ്പോൾ കർത്താവ് ഇനിയും അധികം നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ എന്താ, കർത്താവ് നിങ്ങളെ അധികമായിട്ട് സ്നേഹിക്കും. ഹല്ലേലൂയ. നാം എത്രമാത്രം കർത്താവിന് വേണ്ടി നിൽക്കുന്നോ അത്രമാത്രമാണ് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് സദൃശവാക്യം 8-17 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. കർത്താവ് പറയാണ്, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. അപ്പം കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കും. ജാഗ്രതയോടെ കർത്താവിനെ അന്വേഷിക്കുന്നവൻ കർത്താവിനെ കണ്ടെത്തും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു അപൂർവം മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലോകത്തെ സ്നേഹിച്ച് ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. ഈ ലോകത്തിൽ എന്താണ് ചെയ്യുന്നത് അതിനെ അനുകരിക്കുന്നവരാണ്, അനുഗമിക്കുന്നവരാണ് മനുഷ്യന്റെ ജീവിതം. ഹല്ലേലൂയ. മനുഷ്യനെ ഈ സദാസമയം പാപത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ, പാപത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകാൻ സാത്താൻ പല പദ്ധതികളുമായി നമ്മുടെ കണ്ണിന് ഇമ്പമാർന്ന അനുഭവങ്ങളെ നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുതരും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിന് ഇമ്പമാർന്ന, നമ്മുടെ ഹൃദയത്തിന് ആവേശം പകരുന്ന, നമ്മുടെ ഹൃദയത്തിൽ മോഹങ്ങൾ ഉണ്ടാക്കുന്ന, ജഡത്തെ ആഗ്രഹത്തിലേക്ക് നയിക്കുന്ന അനവധി കാര്യങ്ങളുമായി പിശാച് ഓരോ പ്രൊഡക്റ്റുകൾ ഇങ്ങനെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്.
ഓരോ കമ്പനി ഓരോ സാധനം ഉൽപ്പാദിപ്പിച്ച് ഇന്നത്തെ കാലം മാധ്യമങ്ങൾ കൂടെ അത് അവതരിപ്പിച്ച് നമ്മളെ കാണിക്കുന്ന പിശാചാണ് അതിന്റെ തന്ത്രശാലി കേട്ടോ. അല്ലേലിയ, നിന്നെ നശിപ്പിക്കുവാൻ. അല്ലേലിയ, അപ്പൊ ഇവിടെ കർത്താവ് പറയണേ, എന്നെ അല്ലേലിയ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. അല്ലേലിയ, അത് നമ്മൾ ദൈവ സ്നേഹം, ദൈവത്തെ കണ്ടെത്താൻ കഴിയണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദര, സഹോദരി, യുവ ദൈവക്കന്മാർ പറയട്ടെ, നിനക്ക് ഈ നിൽക്കുന്ന ഈ സമയം വരെ നിനക്ക് പ്രായം എത്രയുണ്ടെന്ന് നിനക്കറിയാം. അല്ലെങ്കിൽ ഞാൻ ആരുടെ പ്രായം ചോദിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ നിൽക്കുന്ന പ്രായത്തിന്റെ അനുസരിച്ച് നീ ചിന്തിച്ചാട്ട് എന്തെങ്കിലും നീ കർത്താവിനെ അന്വേഷിക്കുവാൻ നീ തയ്യാറായിട്ടുണ്ടോ? കർത്താവിനെ ജാഗ്രതയോടെ അന്വേഷിക്കാൻ നീ ഏതെങ്കിലും സമയം തയ്യാറാകുന്നുണ്ടോ? ഒരു ദിവസം നിനക്ക് 24 മണിക്കൂർ ദൈവം തമ്പുരാൻ തരുന്നുണ്ട്, നമ്മുടെ കർത്താവ് തരുന്നുണ്ട്, വാഴ്ത്തപ്പെട്ട കർത്താവ് തരുന്നുണ്ട്. ആ 24 മണിക്കൂറിനകത്ത് ഏതെങ്കിലും സമയത്ത് ജാഗ്രതയോടെ നീ കർത്താവിനെ അന്വേഷിക്കുവാൻ മുഴങ്ങാനും മടക്കി ദൈവസ്ഥന് ഇരുന്നിട്ടുണ്ടോ? പലർക്കും ഇന്ന് ദൈവസ്ഥനെ പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല. ഹല്ലേലൂയ. ഭവനത്തിനകത്ത് ഭയങ്കര തിരക്കാ. വീട്ടിലെ പണികളെല്ലാം എത്ര പെട്ടെന്ന് പണി സഹോദരന്മാർ തീർക്കും. എന്തെല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടവൻ പെട്ടെന്ന് സഹോദരന്മാർ ഇതങ്ങളുടെ പണിയെല്ലാം തീർത്തിട്ട് ഓടി വന്ന് മൊബൈൽ എടുത്തോട് കുത്താൻ തുടങ്ങും. മൊബൈൽ എടുത്ത് കുത്തി ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കേണ്ട ജനം ലോകത്തെ അന്വേഷിക്കും. സാത്താൻ അവരോട് പറഞ്ഞു, നീ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കാൻ പാടില്ല, നീ ജാഗ്രതയോടെ ദൈവത്തെ തിരയാൻ പാടില്ല. അങ്ങനെ തിരഞ്ഞാൽ നിന്റെ അരികിലേക്ക് അവൻ വരും, നീ എനിക്ക് നഷ്ടമാകും. പിശാച് പറഞ്ഞു, നീ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ നീ അവനോടൊപ്പം പോകും, നീ എനിക്ക് നഷ്ടമാകുന്നുണ്ട്. നീ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കണ്ട. നീ നിനക്ക് ഞാൻ മൊബൈൽ അങ്ങ് തരാം. അല്ലേലിയ, നിന്റെ കണ്ണുകൾക്ക് ഇമ്പമായി, നിന്റെ ഹൃദയത്തിന് ആവശ്യമായി, നിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്നതെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ ഇതിനകത്ത് അടക്കി സൂക്ഷിച്ച് ഭദ്രമായി വെച്ചിട്ടുണ്ട്. നിന്റെ വിരൽ കൊണ്ടൊന്ന് തോണ്ടിയാൽ മതി, അത് നിന്റെ കണ്ണിന് ഇമ്പമായി നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതെല്ലാം നിന്റെ വിരൽത്തുമ്പിൽ ഇരിക്കുന്ന നീ ഒന്ന് തോണ്ടി നോക്ക്. അല്ലേലിയ, അങ്ങനെ തോണ്ടോട് തന്നെ. അല്ലേ മാതാവി, പിതാവി, അല്ലേ യുവദൈവക്കന്മാർ ചോദിക്കട്ടെ, വചനം പറയാണ്, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവൻ ഹല്ലേലൂയ അന്വേഷിക്കുന്നവരെ കണ്ടെത്തും. നീ ജാഗ്രതയോടെ എന്താ അന്വേഷിക്കുന്നത്? നീ എന്താണ് ജാഗ്രതയോടെ അന്വേഷിക്കുന്നത്? കർത്താവിനെയാണോ നീ ജാഗ്രതയോടെ അന്വേഷിക്കുന്നത്? മോശയുടെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ശലോമോൻ ഇത് എഴുതുമ്പോൾ, ഈ സാദൃശ്യവാക്യൊക്കെ എഴുതുമ്പോൾ ശലോമോന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, ദൈവം നടത്തിയ വിധങ്ങളുണ്ട്. അവൻ ദൈവത്തിന് അകന്നുപോയ സാഹചര്യങ്ങളുണ്ട്. അവൻ ജാഗ്രതയോടെ പലതിനെ അന്വേഷിച്ചു. അതുകൊണ്ട് അവന്റെ ജീവിതം പിന്നെ ഒരു കഷ്ടത്തിലായി. അതുകൊണ്ട് ശലോമോൻ ഈ ദൈവത്തിൽ എഴുതിയപ്പോൾ തന്നെ അനുഭവത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിച്ച വചനം കൂടെയാണ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ സദൃശവാക്യം ഹല്ലേലൂയ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കുന്നവർക്കും വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും, കർത്താവ് പറയാണ്, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി അവർ അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന്. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വസ്തുവകയെല്ലാം അവകാശമാക്കി തരികയും ചെയ്തു. നിന്റെ ഭണ്ഡാരം, നിന്റെ പേഴ്സ്, നിന്റെ അക്കൗണ്ട്, നിന്റെ കുടുംബം, നിന്റെ കുടുംബത്തെ, നിന്റെ ഭണ്ഡാരങ്ങൾ മുഴുവൻ ദൈവം നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നു. അത് നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും നടക്കുന്നെങ്കിൽ സർവശക്തനായ ദൈവം നിന്റെ വസ്തുവകകളെ മുഴുവൻ വർദ്ധിപ്പിച്ച് നിന്റെ ഭണ്ഡാരങ്ങളെല്ലാം നിറയ്ക്കും. ചെന്ന് പറയും, എനിക്കൊന്നുമില്ല, എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എനിക്കൊരു നന്മയുമില്ല, എന്നെ കാണുവാൻ ആരുമില്ല, ഞാനും പറയാറുണ്ട്. പക്ഷെ കർത്താവ് ഇപ്പൊ എന്നോട് പറയുക, നീ അങ്ങനെയൊക്കെ പറയുമ്പോഴേ നീ ഒന്ന് നോക്ക്, അല്ലേലൂയ, നീ ഒന്ന് വചനം വായിച്ചു നോക്ക്. കർത്താവ് പറയുക, എന്നെ സ്നേഹിക്കുന്നവർക്ക് അല്ലേലൂയ വസ്തുവക അവകാശമാക്കി കൊടുക്കുമെന്ന്. അപ്പൊ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, മറ്റുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, കർത്താവിനെ സ്നേഹിക്കാത്തവർക്ക് ഉണ്ടല്ലോ. അത് ശരിയാ, കർത്താവിനെ സ്നേഹിക്കാത്തവർ അതെല്ലാം താൽക്കാലികമാണെന്നേ, നമുക്ക് കിട്ടുന്ന താൽക്കാലികമാ. എന്നാൽ നമുക്ക് നിത്യമായി ഇതൊന്ന് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നവർ, ഈ ശ്രോതാവ്, സഹോദര, സഹോദരി, നീ ഈ ഉലകത്തിൽ ജീവിക്കുമ്പോൾ, നീ ഭൂമി ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. നീ മാനസാന്തരപ്പെട്ട് ജീവിക്കണം. ആമേൻ. ഹല്ലേലൂയ. അധ്വാനി
സമ്പാദിക്കുന്ന പണം നിന്റെ കുടുംബത്തിനകത്ത് പ്രയോജനപ്പെടണം. ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ ജീവിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ സുഖസമാധാനത്തോടെ ജീവിക്കണം. അത് കണ്ട് മക്കളും വളരണം. മക്കൾ നിങ്ങളെ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ വീട് കുട്ടികൾക്ക് മാതൃകയുള്ള ഒരു വിദ്യാലയമായി മാറണം. നിങ്ങളവിടുത്തെ അധ്യാപകരെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ കുട്ടികൾ നിങ്ങളിൽ നിന്ന് പഠിക്കണം. നിങ്ങൾ അവരെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ മാതൃകയുള്ളൂ. അതാണ് യേശു പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ തൃക്കാലത്തിൽ ഇരുന്ന് വചനം പഠിക്കുന്നവൻ അവനെ അനുസരിക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തെ നിങ്ങൾ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ തീരുമാനിച്ചാൽ അവന്റെ വിശുദ്ധിയിൽ സ്നേഹിക്കും. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. നമ്മൾ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാത്തിടത്തോളം കാലം നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരുവനെ നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാമോ? ഹല്ലേലൂയ. ഞാനീ വചനമൊക്കെ എന്നെ കൂടെ കൂട്ടിയാ പറയുന്നത് കേട്ടോ. നിങ്ങൾ തന്നെ കുറ്റപ്പെടുന്ന ചിന്തിക്കരുത്. എന്തിനാന്ന് പറയാൻ മാനസാന്തരപ്പെടാൻ. അപ്പം വചനം പറയുന്നത് നിങ്ങൾ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ തീരുമാനിച്ചാൽ അവന്റെ വിശുദ്ധിയെ നിങ്ങൾ സ്നേഹിക്കും. അവന്റെ താഴ്മയും അവന്റെ സകല സ്വഭാവങ്ങളെയും സ്നേഹിച്ച് അതിൽ വളരുവാൻ ശ്രമിക്കും. നമ്മൾ കർത്താവിന് വേണ്ടി വിശുദ്ധി ജീവിക്കണം. കർത്താവ് യേശുക്രിസ്തുവിന്റെ താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് യേശുവിന്റെ സ്വഭാവം നമ്മൾ നിറയപ്പെട്ട് നല്ല ഫലമുള്ള ഒരു വൃക്ഷം പോലെ ആറ്റിരികത്ത് നട്ടിരിക്കുന്ന കാലത്ത് ഫലം കായ്ക്കുന്നതും മായ വൃക്ഷം പോലെ സംഗീതന്റെ 1-ന്റെ 2-ലൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഇരുന്നാൽ നീ ചെയ്യുന്നതൊക്കെ അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുമെന്ന്. ഹല്ലേലൂയ. നീ ചെയ്യുന്നതെല്ലാം പരാജയമാണ്. അത് ചില പറയും പാസ്റ്റർ ജോലി വിജയമില്ല, ജോലിയിൽ ഒരു ഉയർച്ചയില്ല, നഷ്ടമില്ല, സാലറി കൊണ്ട് കിട്ടുന്നില്ല, ജോലി ഉയർച്ചയില്ല, ബിസിനസ് ചെയ്ത പരാജയം, കൃഷി ചെയ്ത പരാജയം, ഫാം നടത്തിയ പരാജയം, എന്ത് ചെയ്താലും പരാജയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയെല്ലാം പരാജയപ്പെടുന്നത്? നീ ദൈവത്തിന്റെ തൃക്കാലത്തിൽ ഇരുന്നില്ല. അവന്റെ തൃക്കൈയിലല്ല നീ ഇരിക്കുന്നത്. അവന്റെ തൃക്കൈയിൽ ഇരുന്നുകൊണ്ട് അവന്റെ തൃക്കാലത്തിൽ ഇരുന്നുകൊണ്ട് വചനം കേട്ട് നീ അഭ്യസിക്കുന്നവരാണെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ കർത്താവിന് വേണ്ടി സ്തോത്രം സന്തോഷം നിൽക്കണം. ഹല്ലേലൂയ. കർത്താവ് വേദനയോടെ യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ ഹല്ലേലൂയ അശുദ്ധമാക്കി എന്ന് പറയാം. നമ്മുടെ കർത്താവ് വേദനയോടെ പറയാണ്, എന്റെ വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി, ഒരു അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതേ, കർത്താവിനെ സ്നേഹിക്കുന്നവൻ അവനെ സ്നേഹിക്കണം, വിശുദ്ധിയെ സ്നേഹിക്കണം. അപ്പൊ ഈ ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സ്തോത്രം അവരുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പോലും ദൈവത്തിന് പ്ലാനുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കുന്നവൻ അതനുസരിച്ചുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെന്നെങ്കിലും വിളിച്ചുകൊണ്ട് വരികയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവമക്കളൊക്കെ എവിടെന്നെങ്കിലും വിളിച്ചുകൊണ്ട് വരുന്നു. വീട്ടുകാർ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ ഒന്ന് കഴിയുമ്പോൾ ഓടി ഏതെങ്കിലും സഭയിലേക്ക് ചെല്ലുന്നു. ദൈവദാസന്മാരെ സമീപിക്കുന്നു. പാസ്റ്റർ, മോനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അവൾ ഇന്ന ജാതിക്കാരി, അവൾ ഇന്ന മതക്കാരിയ, വീട്ടിന് അപമാനമാണ്, എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും, തല ഉയർത്താൻ പറ്റും, ഞങ്ങൾ ലജ്ജിക്കിട്ടിരിക്കുക, എന്താ പാസേ നടപടി, എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ പാസ്റ്ററിന്റെ ചക്രയും പാലും തേനും പോലെ നിങ്ങൾക്ക് എങ്ങനെ അനുഭവം വന്നിട്ടുണ്ട്? എനിക്കങ്ങനെ അനുഭവം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ചിലർക്കൊക്കെ ഇത് കേൾക്കുന്ന ചിലർക്കൊക്കെ മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. ഇനി അറിയാവുന്നവർക്കും അങ്ങനെ വിനോദ പാസ്റ്ററിന് ചക്രയും തരും. അതിന് മുമ്പ് പാസ്റ്ററും വേണ്ട, സഭയും വേണ്ട, പാസ്റ്ററെ കുറിച്ച് കുറ്റവും പറഞ്ഞ് അയൽവീട്ടുകൾ മുഴുവൻ നടന്ന് കുറ്റവും പറഞ്ഞ് നടന്നിട്ട് മോനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നപ്പം പിന്നെ പാസ്റ്റർ ചക്രയും പാലും തരും. അതിനാ കുടുംബത്തിന്റെ അപമാന ഭാരം മാറ്റാൻ വേണ്ടി എങ്ങനെയെങ്കിലും 4 പേരിഞ്ഞ് മകന്റെ കല്യാണം നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ അപമാന ഭാരം മാറ്റാൻ വേണ്ടി അങ്ങനെ കർത്താവിൽ സ്നേഹിക്കുന്നവരുണ്ട് കേട്ടോ. അത് സ്നേഹമല്ല, താൽക്കാലിക സ്നേഹമാണ്, സ്വാർത്ഥതയുടെ സ്നേഹമാണ്, കാര്യം കാണാൻ വേണ്ടിയുള്ള സ്നേഹമാണ്, അപമാനഭാരം നീക്കാൻ വേണ്ടിയുള്ള ഭാരം. പക്ഷെ എന്നാലും വചനം പറയാണ്, കർത്താവ് പറയുന്ന യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരത്തെ, യഹോവയ്ക്ക് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ മോശയുടെ കാലഘട്ടത്തിൽ സമാഗമന കൂടാരമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആ സമാഗമന കൂടാരം അന്ന് അവന്റെ വിശുദ്ധ സ്ഥലമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യഹോവയ്ക്ക് ഇഷ്ടമായ എന്റെ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാകുന്ന മന്ദിരമാണ്.
അതാണ് 1 കൊരിന്ത്യർ ലേഖനം 3 പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ. അപ്പം ദൈവത്തിന് ഇഷ്ടമായുള്ള അവന്റെ വിശുദ്ധ മന്ദിരമായി നമ്മുടെ ശരീരത്തെ ശരീരത്തിൽ അല്ലെങ്കിൽ ആ ശരീരത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മളിനെ അശുദ്ധമാക്കാൻ പാടില്ല. യഹൂദ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി, അന്യദേവന്റെ മകളെ വിവാഹം കഴിച്ചു. അത് നിങ്ങൾ അല്ലെങ്കിൽ അവിശ്വാസികളോട് ഇണവില്ലാപ്പണ കൂടി നിങ്ങളുടെ ശരീരമാകുന്ന വിശുദ്ധെ ആ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കിയതുപോലെ നീ അശുദ്ധമാക്കരുതെന്നാ പറഞ്ഞത്. കേട്ടോ? മനസ്സിലായ സഹോദര ജോലി? നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. വലിയൊരു സ്തോത്രം. അതുകൊണ്ട് പറയുകയാണ്, അന്യദേവന്റെ മകളെ അവൻ വിവാഹം കഴിച്ചിരിക്കും എന്ന് പറഞ്ഞു. അതെ, കർത്താവിനെ സ്നേഹിക്കുന്നവർ അവന്റെ വിശുദ്ധിയെ സ്നേഹിക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നീ പെട്ടവളാണെങ്കിൽ യഹൂദ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിയതുപോലെ നീ ഒരിക്കലും നിന്നെ അശുദ്ധമാക്കത്തില്ല. ഇന്ന് പലരും അശുദ്ധമായി ജീവിക്കുക, സ്വയം അശുദ്ധമായി പോയി. ജാതികളോടൊപ്പം ഇടകലർന്ന്, ജാതികളോടൊപ്പം ജീവിതം ആരംഭിച്ച്, ജാതികളോടൊപ്പം നടന്ന്, ഭാര്യ ഭർത്തൃ ജീവിതത്തിന് പുറത്തുള്ള ബന്ധങ്ങൾ, മക്കൾ മാതാപിതാക്കളെ അറിയാതെയുള്ള ബന്ധങ്ങൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പുറം ലോകവുമായുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം നിന്റെ ശരീരമാകുന്ന വിശുദ്ധ മന്ദിരത്തെ നീ അശുദ്ധമാക്കുകയാണ്, മലിനപ്പെടുത്തുകയാണ്. നിനക്ക് നിത്യതയിൽ പ്രവേശിപ്പാൻ കഴിയില്ല, ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയും. ഒരശുദ്ധനും സ്വർഗത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. ഇവിടെ കിടന്ന് ഞഞ്ഞൊക്കെ പറഞ്ഞിട്ടേ ഞാൻ ഈ ദൈവത്തിന്റെ പ്രശ്നം എന്നെ നിരന്തരം വിമർശിക്കുന്ന ഒരു സഹോദരന്റെ സഹോദരന്മാരെ ഇതിനകത്ത് കമന്റ് ഇടാറുണ്ട്. ഞങ്ങളോട് പറയട്ടെ, താങ്കളൊരു ക്രിസ്ത്യാനിയാണല്ലോ, അല്ലേ? താങ്കളൊരു ക്രിസ്ത്യാനി, താങ്കളുടെ പേര് കേട്ടിട്ട് ഒരു ക്രിസ്ത്യാനി, ആ പേര് കേട്ടതുകൊണ്ട് ആ ക്രിസ്ത്യാനിയുടെ പേര് കേട്ടത്. താങ്കൾ ഒരുപാട് വിമർശിക്കുന്ന ആളാണ്. താങ്കളുടെ കയ്യിൽ ബൈബിളില്ലേ? താങ്കൾക്കൊരു മതമില്ലേ? താങ്കൾക്കൊരു പുരോഹിതനില്ലേ? താങ്കൾ എന്തുകൊണ്ട് താങ്കളുടെ മതത്തിൽ നിന്ന് പഠിക്കുന്നില്ല? താങ്കളുടെ ബൈബിളിൽ നിന്ന് പഠിക്കുന്നില്ല? താങ്കൾക്കെല്ലാം വിമർശനം തന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദുരാത്മാവുണ്ടല്ലോ. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായി നിന്റെ ശരീരത്തെ നീ അശുദ്ധമാക്കിയിട്ട് അന്യദേവന്റെ കൽപ്പനകളെ നീ കയ്യിലെടുത്തുകൊണ്ട് ദൈവനാമത്തെ ദുഷിക്കുന്ന, ദൈവത്തിന് സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവസഭയെ നിന്ദിക്കുന്ന, അപമാനിക്കുന്ന, അവർക്കെതിരെ വിളിച്ചുകൊണ്ടുന്ന ദൈവത്തിന്റെ സഭയ്ക്ക് വിരോധമായി സംസാരിക്കുന്ന സ്നേഹിത സഹോദര സഹോദരി, ദൈവത്തിന്റെ അഭിഷേകത്തെ തുടരും തിരുവെഴുത്തുണ്ടതുകൊണ്ട് നീ ചെയ്യുന്നതിനെല്ലാം തക്ക പ്രതിഫലം നിനക്ക് ലഭ്യമാകും. നമ്മൾ ഈ മാനസാന്തരം, ദൈവത്തിന്റെ വിശുദ്ധിയെ നമ്മൾ കാത്തു സൂക്ഷിക്കണം, അവന്റെ സ്നേഹത്തെ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന് പറയുന്നത്, അതെ, അവൻ തന്റെ ജനത്തെ സ്നേഹിക്കുന്നു. വിശുദ്ധന്മാരൊക്കെ അവന്റെ തൃക്കൈയിലിരിക്കുന്നു. അവരെല്ലാം അവന്റെ തൃക്കാലയ്ക്ക് വചനം കേൾക്കുന്നു. മോശ ഇസ്രായേലത്തെ അനുഗ്രഹിക്കും വേണ്ടി പറഞ്ഞു കൊടുത്ത വചനം മോശ ഇസ്രായേലത്തോട് പറഞ്ഞു കൊടുത്താണെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള തലമുറയ്ക്കൊരു ഗുണപാഠമാണ്, നമുക്കൊരു ഉപദേശമാണ്. അതനുസരിച്ച് ജീവിക്കണമെന്നാണ് വചനം പറയുന്നത്. അടുത്ത നമ്മൾ ദൈവത്തിന്റെ കരുണയെ സ്നേഹിക്കണം. ഒന്ന്, അവന്റെ സ്നേഹത്തെ നമ്മൾ കാണണം. രണ്ടത് കരുണയെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ മീകാ പ്രവചനത്തിന്റെ പുസ്തകമൊക്കെ വരുമ്പോൾ കാണുന്നുണ്ട്. മീകായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം, മനുഷ്യ നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നി താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകും യഹോവ നിന്നോട് ചോദിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ് എന്ന് പറഞ്ഞ ദൈവം മനുഷ്യനിൽ നിന്നും ദൈവം താഴ്മ ആവശ്യപ്പെടും. ഈ ഭാഗത്ത് പാപക്ഷമയും സമാധാനം പ്രാപിച്ച ഒരുവൻ താൻ ഏത് നിലയിൽ ദൈവത്തെ ആരാധിക്കേണ്ടു എന്നോർത്ത് ഹൃദയം നിറഞ്ഞ നന്ദിയോടെ അവനിൽ നിന്നും ഉയരുന്ന വാക്കുകളാണ് ഇവിടെ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. സ്തോത്രം. ചോദ്യരൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണെങ്കിലും ദൈവം ഏതു നിലയിലുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ന്യായപ്രമാണം അനുസരിച്ചുള്ള യാഗാർപ്പണമാണോ, അതോ 1000 ആട്ടുകൊറ്റന്മാരെയും 10,000 സ്തോത്രം തൈല നദിയും അർപ്പിക്കുന്നതിലാണോ? അതായത് എന്റെ പരിമിതിക്ക് അപ്പുറം കൊടുത്താൽ മതിയോ എന്നൊക്കെയാണ് പലരുടെയും ചിന്താഗതി. എന്നാൽ ദൈവം പറയുന്നത് എന്താണ്? മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിനു വേണ്ടി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് പറയുകയാണ്,
നമ്മൾ ദൈവസന്നിധി വിശുദ്ധിയോടെ ജീവിക്കണം. അതുകൊണ്ടാണ് മനുഷ്യൻ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അത് മനുഷ്യനെ നല്ലതെന്താണെന്ന് കർത്താവ് കാണിച്ചു. പക്ഷെ അത് കാണുവാൻ കഴിയാവുന്ന ഉൾക്കണ്ണുകൾ, അകത്തെ കണ്ണുകൾ അടഞ്ഞുപോയി. അല്ലെങ്കിൽ മനുഷ്യൻ നല്ലതെന്ന് നിനക്ക് കാണിച്ചു തന്നിരിക്കും. ന്യായം പ്രവർത്തിക്കണം. ഒന്ന്, നമ്മൾ ന്യായം പ്രവർത്തിക്കണം. അല്ലെങ്കിൽ രണ്ട്, ദയാതൽപ്പനായിരിക്കണം. മൂന്ന്, നിന്റെ ദൈവത്തിന്റെ താഴ്മയോടെ നടക്കണം. മൂന്ന് കാര്യങ്ങൾ. അത് മാത്രമാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. അല്ലാതെ നിന്റെ പണമോ, നിന്റെ സ്വത്തോ, സമ്പത്തോ, നിന്റെ പാരമ്പര്യമോ, നിന്റെ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഒന്നും അല്ല കർത്താവ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നീ ന്യായം പ്രവർത്തിക്കണം. ന്യായം പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ പേരിൽ ന്യായം പ്രവർത്തിക്കാൻ കഴിയും. അവൻ അല്ലെങ്കിൽ അന്യായം പ്രവർത്തിക്കാൻ ന്യായത്തിന് വേണ്ടി നിൽക്കും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. നാം ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ വളരെ ശാന്തമായി ദൈവത്തിന്റെ വചനത്തിനോട് പറയുമ്പോൾ, ആമേൻ ദൈവ സാഹചര്യത്തെ അനുഗ്രഹിച്ചപ്പോൾ അനുഗ്രഹിച്ച അനുഗ്രഹം, ആ അനുഗ്രഹം ഇന്ന് പകൽ നിനക്ക് ദൈവം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്റെ വസ്തുവകകളെയൊക്കെ ഒന്ന് വിശാലമാക്കി നിന്റെ നന്മകളിൽ ഒന്ന് വിശാലമാക്കാൻ പോകുക. നിന്റെ അവസ്ഥകൾക്കെല്ലാം ദൈവം ഒരു മാറ്റം തരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ, കരുണയുള്ളവൻ കരുണ പ്രാപിക്കില്ലേ? ക്രിസ്തു നിങ്ങളോട് കരുണ കാണിക്കുവാൻ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. നമ്മുടെ കർത്താവ് കരുണയുള്ളവനാണ്, മനസ്സലിയുള്ളവനാണ്. താമേലിയ അവന്റെ അരികിൽ കടന്നിരുന്ന ആരെയും തള്ളിക്കളയില്ല. ഏത് പാപിക്കും ഏത് സമയത്തും ആമേൻ അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ഒരിടമുണ്ടെങ്കിൽ ദൈവസന്നിധി മാത്രമാണ്. നമുക്കറിയാം, ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറുണ്ട് മനുഷ്യന്. ആ 24 മണിക്കൂറിന്റെ ഏതൊരു മിനിറ്റിലായിരുന്നാലും ഏത് സെക്കൻഡിലായിരുന്നാലും ഏതൊരു പാപിക്കാം പാതപ്പെടുത്തെങ്കിൽ ധൈര്യമായിട്ട് കടന്നില്ല. കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി, അകൃത്യം ചെയ്തു പോയി, അങ്ങനെ ഞാൻ അറിഞ്ഞില്ല, സ്നേഹിപ്പാൻ പറ്റിയില്ല, ന്യായം പ്രവർത്തിപ്പാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ സ്തോത്രം ദയ കാണിപ്പാൻ കഴിഞ്ഞില്ല, ദൈവത്തിന് താഴ്മയോടെ നടക്കാൻ കഴിഞ്ഞില്ല, എന്റെ കുറവാണപ്പാ ഞാനത് ഏറ്റുപറഞ്ഞ് അങ്ങയുടെ സന്നിധിയിലേക്ക് എന്നെ സമർപ്പിക്കുന്നത് പറഞ്ഞാൽ ശ്രദ്ധയോടെ കേട്ടിട്ട് നിന്നോട് കരുണ കാണിക്കുന്നൊരു ദൈവമുണ്ട്. അതെ, നീ ആ കരുണയിലേക്ക് വരണം കേട്ടോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ക്രൂര സ്വഭാവം, കോപം, ദേഷ്യം, ആ ദന്തവർഷം, ഭിന്നത, അസൂയ, ആ എടുത്തിയാട്ടമൊക്കെ ഉണ്ടല്ലോ. ഹല്ലേലൂയ. ആ കനട്ടിയുള്ള ചോദ്യം, പല്ല് കട്ടിക്കുക, ഹല്ലേലൂയ, ആ കണ്ണുരുട്ടിയുള്ള നോട്ടമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നീ ഒന്ന് മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് നീ ന്യായം പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ന്യായം പ്രവർത്തനം ദയാതൽപ്പനായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കണം. മാനസാന്തരത്തിന് 3 യോഗ്യമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് വല്ലതും ആരിലും ഉണ്ടോ? അതുകൊണ്ട് വീണ്ടും പറയുന്ന മൂന്നാമതായി സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 8-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 18 തൊട്ടുള്ള വാക്യം വായിക്കാൻ കേട്ടോ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നു, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, 4-ാം മാസത്തെ ഉപവാസവും 5-ാം മാസത്തെ ഉപവാസവും 7-ാം മാസത്തെ ഉപവാസവും 10-ാം മാസത്തെ ഉപവാസവും യഹൂദ ഗൃഹത്തിന് ആനന്ദവും സന്തോഷവും പ്രസാദവുമുള്ള ഉത്സവങ്ങളും ആയിരിക്കണം. അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവിൻ. ഇവിടെ ചില ഉപവാസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ പിന്നീട് നമുക്കൊരു സംസാരിക്കുക. എന്താണ് 4-ാം മാസത്തിലെ ഉപവാസം, 5-ാം മാസത്തിലെ ഉപവാസം, 7-ാം മാസത്തിലെ ഉപവാസം, അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ 10-ാം മാസത്തിലെ ഉപവാസം, 4 ഉപവാസത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, യഹൂദാഗൃഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദവുമായുള്ള ഉത്സവങ്ങളും അതായിരിക്കണം. നിന്റെ ഉപവാസങ്ങൾക്ക് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. നമ്മുടെ ഉപവാസം പ്രാർത്ഥനയും ദൈവത്തിന് പ്രസാദമുള്ളതല്ല. നമ്മുടെ ഉപവാസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഫ്ലെക്സൊക്കെ അടിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ ഉപവസിച്ച് പ്രാർത്ഥന ഞങ്ങളത് ചെയ്ത ഒരു കടമയാണ്, ആചാരമാണ്. ദൈവസഭയുടെ ആചാരവും കർമ്മങ്ങളുമാണ് ഇന്നത്തെ ഉപവാസവും പ്രാർത്ഥനകളും എല്ലാം കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് പറ്റും ദൈവത്തിന് 4-ാം മാസവും 5-ാം മാസവും ഹല്ലേലൂയ, 4-ാം മാസവും അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, 5-ാം മാസവും 7-ാം മാസവും 10-ാം മാസവും ഉപവസിക്കുന്നത് ഒരു ഉത്സവമായിരിക്കണം. ദൈവസഭയ്ക്ക് സന്തോഷമായിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ ഫലം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ സത്യവും സമാധാനം ഇഷ്ടപ്പെടണമെന്ന്.
ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. വായിച്ചത് ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യമാണ്. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു, അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു, അവർ തൃക്കാലത്തിലിരുന്ന് അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. അതെ, നീ ദൈവസന്നിധി വചനം പ്രാപിക്കണം കേട്ടോ. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ മടക്കിയെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഇന്ന് പകൽ മോശെ സാഹചര്യത്തെ അനുഗ്രഹിച്ചപ്പോൾ ആമീൻ, അതെ, അവൻ ജനത്തെ സ്നേഹിച്ച ആ സ്നേഹം കർത്താവിന് പ്രാപിക്കുവാനും സ്നേഹം തിരിച്ചു കൊടുക്കുവാനും യഹൂദ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കിയതുപോലെ ദൈവസഭ ദൈവമക്കൾ തങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തെ അശുദ്ധമാക്കി ഈ ലോകത്തിന്റെ പാപമോഹങ്ങളിലേക്ക് പോകാതെ ന്യായം പ്രവർത്തിപ്പാനും ദൈവകൽപ്പനായിരിക്കാനും ദൈവസേന താഴ്മയോടെ നടന്ന് ആമി 4-ാം മാസത്തിലെ ഉപവാസം, 5-ാം മാസത്തിലെ ഉപവാസം, 7-ാം മാസത്തിലെ 10-ാം മാസത്തിലെ ഉപവാസവും ദൈവസേന ഉത്സവമായി കണ്ടുകൊണ്ട് ആമി സത്യവും സമാധാനം പ്രവർത്തിക്കുന്നവരും പ്രാപിക്കുന്നവരുമായി ദൈവസേന വിശുദ്ധിയോടെ ജീവിച്ച് കർത്താവിനെ അവരെ വീട്ടിൽ കൂട്ടം ജനത്തെ ഒരുക്കണമേ. മദ്യത്തിന് മയക്കുവിന് ലഹരിക്കടിയും ലോകത്തെ ജടിക വ്യഭിചാര പരസംഗ ആസാമി പരസംഗ എല്ലാ ദുഷ്കർമ്മങ്ങളും എല്ലാ പരസംഗ കിരാരാതിൽ പെട്ടുകിടക്കുന്ന സകല ജനങ്ങളും മാനസാന്തരപ്പെട്ടു. കേരളത്തിലെ 3.25 കോടി ജനങ്ങളും തലമുറ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളി ഇന്ത്യയിലെ 45 കോടി ജന 7 ഭൂഖണ്ഡങ്ങൾ 800 കോടി ജനത്തിനായി ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യുവനത്തിനും വാഗ്നിരാലും വൃത്തരും അശന യാച ഓർമ്മ ഓൾറെഡി തലമുറയിലായിരിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ സകല ജനങ്ങളിൽ സകല രാജ്യ രാഷ്ട്ര തലവന്മാർ അധികാരികളെ ഭരണ സംവിധാനങ്ങളെ ക്രമസമാധാന പാലകരെ ന്യായാധിപന്മാർ അടക്കമുള്ള എല്ലാ സമൂഹത്തിനും മാനസാന്തരം കൊടുക്കണമേ. ജനം മടങ്ങി വരട്ടെ. നിത്യതയിൽ എല്ലാവരും കാണുകൊണ്ടേക്കണം. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ജനത്തെ മടങ്ങി വരുവാൻ. ഹല്ലേലൂയ. കുടുംബത്തിന്റെ കഷ്ടങ്ങൾ, പ്രയാസങ്ങളുടെ ദുഃഖം മാറി അവിടെ വസ്തുക്കളൊക്കെയും ദൈവം നിറച്ച് സ്ഥിരമാക്കി അവിടെ ഭണ്ഡാരങ്ങളൊക്കെ നിറയ്ക്കണമേ. എല്ലാ കർഷകനും പിടിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.